നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. എം.ടി. സാറിനെ കുറിച്ച് സക്കറിയ സാർ എഴുതിയ ഒരു കുറിപ്പുണ്ട്. ജോൺ എബ്രാഹിമിനെയും സക്കറിയയെയും എന്നെന്നും എം.ടിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം സക്കറിയയും ജോൺ എബ്രാഹിമും ചെറുപ്പക്കാരും വായനാ സ്നേഹികളുമായിരുന്നു എന്നതുകൊണ്ട് മാത്രമായിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് സക്കറിയ പറയുന്നത്. എം.ടിയെ സക്കറിയ ആദ്യം കാണുന്നത് 1968-ലാണ്. ജോൺ എബ്രാഹിമിന് എം.ടിയെ അടുത്ത് പരിചയമുണ്ടായിരുന്നു. ജോൺ ഒരു ദിവസം സക്കറിയോട് ചോദിച്ചു, "നീ എം.ടിയെ കണ്ടിട്ടുണ്ടോ?" "ഇല്ല." അങ്ങനെ ജോണുമൊത്ത് ഒരു ദിവസം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എം.ടിയെ കാണാൻ പോയി. സക്കറിയ മാതൃഭൂമിയിൽ കഥ എഴുതി തുടങ്ങിയിട്ട് അപ്പോ 4 വർഷം കഴിഞ്ഞിരുന്നു. 1964 സക്കറിയയുടെ കഥ മുഖ്യ പത്രാധിപർ എൻ.വി. കൃഷ്ണവാര്യരും സഹപത്രാധിപർ എം.ടിയും ചേർന്ന് ആഴ്ചപ്പതിപ്പിന്റെ റിപ്പബ്ലിക് പതിപ്പിലെ മലയാള കഥയായി പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം എം.ടിയുമായി കഥകളെ സംബന്ധിച്ച് വല്ലപ്പോഴുമുള്ള കത്തുബന്ധം മാത്രമേ സക്കറിയയ്ക്കുണ്ടായിരുന്നു. ജോണും സക്കറിയയും ഉച്ചയ്ക്ക് ആഴ്ചപ്പതിപ്പിന്റെ ഓഫീസിൽ കയറി മാതൃഭൂമിയുടെ ഒരു സെക്ഷനാണല്ലോ മാതൃഭൂമി വാരികയുടെ ഓഫീസ്. അവിടെ ചെല്ലുമ്പോൾ എം.ടി സഹപ്രവർത്തകർക്കൊപ്പം ജോലിയിലാണ്. ജോൺ സക്കറിയയെ പരിചയപ്പെടുത്തി. എം.ടി സന്തോഷപൂർവ്വം ചിരിച്ചു. അല്പസമയം ഞങ്ങള് കുശല പ്രശ്നങ്ങൾ നടത്തി. വാച്ചിൽ നോക്കിയിട്ട് ഊണ് കഴിക്കാമെന്ന് എം.ടി പറഞ്ഞു. ദരിദ്രരായ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഒരു നേരത്തെ നല്ല ഭക്ഷണം കിട്ടാൻ പോവല്ലേ. എം.ടി പോക്കറ്റിൽ തപ്പി. പോക്കറ്റ് കാലി. സഹപ്രവർത്തകരിൽ ഒരാളോട് പൈസ കടം വാങ്ങി. ഞങ്ങളെയും കൂട്ടി ഒരു ബാറിലേക്ക് പോയി. വേണ്ടുവോളം ബിയറും ആഹാരവും ഒക്കെ എം.ടി വാങ്ങിത്തന്നു. ഞാൻ അറിയുന്ന എം.ടി ഹൃദയം തുറന്ന് സംസാരിക്കുന്ന, തമാശ പറയുന്ന, ജാതിമത ഭേദങ്ങളെ മനസ്സിന്റെ അയലത്ത് പോലും പ്രവേശിക്കാൻ അനുവദിക്കാത്ത, മനുഷ്യനെന്ന നിലയിലുള്ള തൻ്റെ പൂർണ്ണ സാധാരണത്വം ശ്രദ്ധാപൂർവം നിലനിർത്തിയ ഒരു വ്യക്തിയാണ് എന്നാണ് സക്കറിയ പറയുന്നത്. അവസാനം വരെ എം.ടി അങ്ങനെ തന്നെ ആയിരുന്നുവെന്നും സക്കറിയ പറയുന്നു. ഇവിടെ ചില ഭ്രാന്തന്മാര് യൂട്യൂബുകളിൽ പറഞ്ഞ കേട്ടില്ലേ, അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരാണ്, അദ്ദേഹം ഹിന്ദുക്കൾക്കെതിരാണ്. ഒരു പുല്ലും അല്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം മനുഷ്യപക്ഷത്ത് നിന്നിരുന്നു. ഈ പറഞ്ഞ തീവ്ര ഈ ജാതി മത ചിന്തകളുള്ള ഒരുത്തിനെയും അദ്ദേഹം ആ കൊട്ടാര റോഡിൽ പോലും അടുപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ ചുരുക്ക് തീർക്കുന്നത് എം.ടി സാർ മരിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് വിരുദ്ധനായിരുന്നു എം.ടി എന്നാണ് ഈ തീവ്ര മുസ്ലിം സംഘടനകൾ പറയുന്നത്. ഹിന്ദു സംഘടനകളിലെ ഇപ്പൊ ടി.ജി. മോഹൻദാസിനെ പോലെ എന്തോ ഭാർഗവരാമൻ എന്നൊക്കെ പറഞ്ഞ കുറെ ചപ്പടാച്ചികളുണ്ടല്ലോ, അവരൊക്കെ പറയുന്നത് എം.ടി ഒരു ഹൈന്ദവ വിരുദ്ധനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യപക്ഷത്ത് നിന്ന ആളാണെന്ന് 100% സക്കറിയ പറയുന്നു. അത് തന്നെയാണ് എന്റെയും വിശ്വാസം. നമസ്കാരം. നമ്മൾ ഇന്നലെ കാണിച്ച എപ്പിസോഡ് എം.ടി വാസുദേവൻ നായരുടെ ആദ്യ ഭാര്യ പ്രമീള നായരെ കുറിച്ചായിരുന്നു. പ്രമീള നായരും എം.ടി വാസുദേവൻ നായരും എങ്ങനെ പരിചയപ്പെട്ടു, എന്ന് കല്യാണം കഴിച്ചു, അവരെ കുട്ടികളുണ്ടായി, ഒരു മകളുണ്ടായി, അവരുടെ ദാമ്പത്യ ജീവിതം ശിഥിലമായി. എം.ടി രണ്ടാമത് പുനർവിവാഹം കഴിച്ചു കലാമണ്ഡലം സരസ്വതിയെ. അതിലൊരു മകളുണ്ടായി അശ്വതി. ആ കാര്യങ്ങളെല്ലാം ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പൊ ആ എപ്പിസോഡിന്റെ അവസാനം ഞാൻ പറഞ്ഞു, ഇനി അടുത്ത് കലാമണ്ഡലം സരസ്വതിയുടെ വേർഷൻ, അവരുടെ കാഴ്ചപ്പാടിൽ എം.ടി ആര്, അല്ലെങ്കിൽ എം.ടിയുമായിട്ട് എങ്ങനെ അവർ രണ്ടാമത് വിവാഹം കഴിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. പാലക്കാട് ശേഖരിപുരം ബ്രാഹ്മണ സമൂഹത്തിലെ സുബ്രഹ്മണ്യയ്യർ എന്ന രാശപ്പ എന്ന് വിളിക്കുന്ന രാശപ്പയുടെയും നെന്മാറ ഗ്രാമത്തിലെ മീനാക്ഷി അമ്മാൾ എന്ന് പറഞ്ഞ അമ്മയുടെയും ഈ ദമ്പതികൾക്ക് 9 മക്കളുണ്ടായിരുന്നു. അതിലെ 6 പെൺകുട്ടികളും 6 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമായിരുന്നു.
പാലക്കാട് തത്തമംഗലത്ത് നിന്നും കോഴിക്കോട്ടേക്ക് സുബ്രഹ്മണ്യ അയ്യരും മീനാക്ഷി അമ്മാളും വരുമ്പോൾ നാരായണൻ, സുബ്രഹ്മണ്യൻ, തൈലാമ്പാൾ ഇങ്ങനെ മൂന്ന് പ്രായ വളർന്നു വരുന്ന കുട്ടികളും 50 ദിവസം പ്രായമുള്ള നമ്മുടെ ഈ കഥയിലെ നായികയായ സരസ്വതിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേരെയും കൊണ്ടാണ് കോഴിക്കോട്ടേക്ക് പാലക്കാട്ട് നിന്ന് അവരുടെ ജീവിതം പറിച്ചു നട്ടത്. പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ സരസ്വതിക്ക് കലാമണ്ഡലം സരസ്വതി എന്ന് നമ്മളിപ്പോൾ പറയുന്ന, അല്ലെങ്കിൽ സരസ്വതി ടീച്ചർ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ MD വാസുദേവൻ നായരുടെ രണ്ടാം ഭാര്യ എന്ന് പറയുന്ന സരസ്വതി ടീച്ചർക്ക് 50 ദിവസമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ബാക്കി 5 പേരെയും ജന്മം കൊടുത്തതും പ്രസവിച്ചതും കോഴിക്കോട്ടായിരുന്നു. അക്കാലത്ത് കോഴിക്കോട്ട് വന്ന് താമസിക്കുക, കോഴിക്കോട്ട് കച്ചവടം നടത്തുക എന്നൊക്കെ ഉള്ളത് വലിയ ഖ്യാതിയുള്ള കാര്യങ്ങളായിരുന്നു. സുബ്രഹ്മണ്യ അയ്യരുടെ ചില സുഹൃത്തുക്കൾ ഇങ്ങനെ കോഴിക്കോട്ട് വന്ന് കച്ചവടങ്ങൾ തുടങ്ങി വിജയിച്ച ചരിത്രം അയ്യർക്കറിയാം. പാലക്കാട്ട് നിന്നും കോഴിക്കോട്ടേക്ക് അയ്യർ പലായനം ചെയ്തത് ഈ വിശ്വാസത്തിലായിരുന്നു. തളി സമൂഹ മഠത്തിലെ അമ്പാടിക്കോലത്തിൽ ഒരു ഭക്ഷണശാല തുടങ്ങി അയ്യർ. കോഴിക്കോട് അങ്ങനെയാണ് അദ്ദേഹം ജീവിതം ആരംഭിക്കുന്നത്. അയ്യർ വിലയ്ക്ക് വാങ്ങി ഹോട്ടൽ തുടങ്ങിയ അമ്പാടിക്കോലത്തെ വീടും ദേവി വിലാസം ഹോട്ടലും വിറ്റ് വാടക വീട്ടിലായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയ്യർ പാളയത്തുള്ള കന്യക പരമേശ്വരി ക്ഷേത്രത്തിനടുത്തുള്ള വാടക വീട്ടിൽ നിന്നാണ് നമ്മൾ ഇന്നറിയുന്ന സരസ്വതി എന്ന നർത്തകിയുടെ വളർച്ച എന്ന് പറയാം. ദേവി വിലാസം പൊളിഞ്ഞു, ഹോട്ടൽ പൊളിഞ്ഞു. അങ്ങനെ അത് പൊളിഞ്ഞു പോയെങ്കിലും ഒരു ഡസനിലധികം പേരുള്ള കുടുംബത്തിന് ജീവിക്കണ്ടേ? 12-ലധികം പേരുണ്ട് വീട്ടിൽ. കാരണം മക്കൾ തന്നെ 9 പിന്നെ ഭാര്യ, ഭർത്താവ്, അവരുടെ സഹോദരൻ എല്ലാം കൂടെ 12-13 പേരുണ്ട് വീട്ടിൽ. കോഴിക്കോട് കോടതി വളപ്പില് ശാരദ ലഞ്ച് ഹോം എന്ന പുതിയ ഭക്ഷണശാല തുടങ്ങി നാരായണ അയ്യരും ഭാര്യയും. അന്നത്തെ കോടതി വളപ്പ് ഇന്നത്തെ മാനാഞ്ചിറ മൈതാനത്തിനെതിരെയുള്ള LIC കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലമാണ്. തളി കണ്ടംകുളം സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം സരസ്വതിയുടെ അച്ഛൻ എല്ലാവരും കേൾക്കെ ഒരു കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ സരസ്വതിയെ സ്നേഹപൂർവ്വം അച്ഛനും അമ്മയും ജ്യേഷ്ഠന്മാരും ഒക്കെ വിളിക്കുന്നത് സച്ചു എന്നാണ്. സച്ചുവിനെ നൃത്തം പഠിപ്പിക്കാൻ പോകുന്നു, ഇനി അവൾ നൃത്തമേ പഠിക്കുന്നുള്ളൂ എന്ന് നാരായണ അയ്യർ പ്രഖ്യാപിച്ചു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. 1960 കാലം. 6ാം ക്ലാസ് മുതൽ നൃത്തം പഠിച്ചാൽ മതിയെന്നാണ് അച്ഛൻ്റെ തീരുമാനം. മദ്രാസിലെ കലാക്ഷേത്രത്തിൽ തന്നെ പഠിപ്പിക്കണം നൃത്തം. കാര്യമറിഞ്ഞ അധ്യാപകർ പോലും അയ്യരെ മനസ്സ് മാറ്റിക്കാൻ ശ്രമിച്ചു. അവൾ പഠിക്കുന്ന കുട്ടിയാണ്, നന്നായി പഠിച്ചാൽ വലിയ നിലയിലെത്തും എന്നൊക്കെ അവർ പറഞ്ഞു നോക്കി. വീട്ടുകാരും പറഞ്ഞു നോക്കി. രാശപ്പയ്യരുടെ തീരുമാനത്തിൽ ഒട്ടും മാറ്റമില്ലായിരുന്നു. കല്യാണം കഴിപ്പിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് വിടും എന്നല്ലാതെ പഠിക്കാൻ ദൂരസ്ഥലങ്ങളിലേക്ക് പെൺകുട്ടികളെ വിടുന്ന രീതി ഇല്ലാത്ത കാലത്താണ് ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നും ഒരു 5ാം ക്ലാസ്സുകാരി ദൂരേക്ക് വിടുന്നതെന്നതിൽ സമുദായത്തിനും നല്ല അഭിപ്രായമായിരുന്നില്ല. മദ്രാശിയിലൊക്കെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പറയുമ്പോൾ 10-11 വയസ്സേ ഉള്ളൂ. അങ്ങേറ്റം പോയ 12 വയസ്സ്. 12 വയസ്സുകാരിയെ നൃത്തം പഠിക്കാനായി മദ്രാസിലേക്ക് വിടുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കലാക്ഷേത്രത്തിലേക്ക് വിടുന്നു എന്ന് പറഞ്ഞു സമുദായവും എതിർത്തു. അപ്പോഴും അച്ഛൻ സച്ചുവിനോട് പറഞ്ഞത് മദ്രാശിക്ക് പോകാൻ റെഡിയാകാനായിരുന്നു. സച്ചുവിൻ്റെ കരച്ചിലൊന്നും രാശപ്പയ്യർ കണക്കിലെടുത്തില്ല. അച്ഛനും മകളും മദ്രാശിയിൽ ട്രെയിനിറങ്ങി കലാക്ഷേത്രയിലെത്തി. ഇത്തിരി പോന്ന സച്ചുവിനെ നോക്കി കലാക്ഷേത്രം അധികൃതർ, അവർക്ക് അതിശയമായി പോയി, ഒരു കൊച്ചുകുട്ടി കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞത് ഈ കുട്ടിയെ ഇവിടെ ചേർക്കാനുള്ള പ്രായമായിട്ടില്ല, മാത്രമല്ല അഡ്മിഷൻ സമയവും കഴിഞ്ഞു. പല രീതിയിൽ പലതും രാശപ്പയ്യർ പറഞ്ഞു നോക്കി, പക്ഷേ വിജയിച്ചില്ല. തൻ്റെ ആഗ്രഹം സഫലമാകാത്തതിൻ്റെ വിഷമത്തോടെ തിരിച്ച് ട്രെയിൻ കയറുമ്പോൾ അച്ഛൻ മകളോട് പറഞ്ഞത്, ഞാൻ നിന്നെ അങ്ങനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ല, കലാക്ഷേത്രം ഇല്ലെങ്കിൽ കലാമണ്ഡലമുണ്ട് എന്നാണ് അയ്യർ പറഞ്ഞത്. അവിടെ എൻ്റെ മോളെ എടുക്കാതിരിക്കില്ല. കലാമണ്ഡലത്തിൽ അഡ്മിഷൻ കിട്ടുമെന്ന് രാശപ്പയ്യർ ഉറപ്പിക്കാൻ കാരണം അവിടെയുള്ള മൃദംഗ വിദ്വാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ രാമകൃഷ്ണനാണ്. രാമകൃഷ്ണനും പക്ഷെ കൈമലർത്തി. കാരണം ആ വർഷത്തെ സെലക്ഷൻ കോട്ട കഴിഞ്ഞിരുന്നു, ക്ലാസ് ആരംഭിക്കുകയും ചെയ്തു. എന്തു ചെയ്താലും വേണ്ടില്ല രാമകൃഷ്ണ,
ഞാൻ എൻ്റെ മോളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. അതെൻ്റെ വാശിയാണ്. നീ തന്നെ വഴി കാണിച്ചു തരണം. എന്തായാലും എൻ്റെ മോൾ കലാമണ്ഡലത്തിൽ തന്നെ പഠിക്കും, പഠിക്കണം എന്ന് അയ്യര് വാശി പിടിച്ചു. രാമകൃഷ്ണൻ കലാമണ്ഡലം സെക്രട്ടറിയോട് കാര്യം പറഞ്ഞു. ഫീസ് കെട്ടി പഠിപ്പിക്കാം എന്ന നിബന്ധനയിൽ സരസ്വതി കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയായി. ആദ്യ 3 വർഷം ഫീസ് കൊടുത്തും അടുത്ത 2 വർഷം സ്റ്റൈബൻഡ് കൊണ്ട് പഠിച്ചും അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിനി ആയ സച്ചു അല്ലെങ്കിൽ സരസ്വതി തന്നെ ആ വർഷത്തെ 1ാം സ്ഥാനം നേടിയെടുത്തു എന്നുള്ള. അപ്പൊ ഒരു ഒരു നിറഞ്ഞ കലാകാരിയാണ്. അത് അച്ഛന് തോന്നിയിരിക്കാം. ഇത്രയും കലാമണ്ഡലം സരസ്വതി എന്ന നർത്തകിയെ പറ്റി വിശദമാക്കിയത് MGയെ അടിച്ചുമാറ്റിയ വഞ്ചകി എന്നല്ല, ഇവിടെ വിവരം കെട്ടവന്മാരും വിവരമുണ്ടെന്ന് പറയുന്നവന്മാരും യൂട്യൂബിലൂടെ പറയുന്ന നീചമായ വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ കേട്ടതുകൊണ്ടാണ്. ഒരുപാട് ക്രൂരമാണെന്ന് ഞാൻ പറയും. അവരുടെ ഭർത്താവ് മരിച്ച് ചെതയടങ്ങുന്നതിന് മുമ്പേ MT വാസുദേവൻ ആദ്യ ഭാര്യ പ്രമീളയുടെ അന്ത്യം MGയെ കാണാതെ മരിക്കേണ്ടി വന്നു. കാണണമെന്ന് പറഞ്ഞിട്ട് പോലും കാണാൻ ചെന്നില്ല. നൃത്തം പഠിപ്പിക്കാൻ വന്ന സരസ്വതി MGയെ അടിച്ചു മാറ്റി എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ഭാര്യമാരുടെയും കഥ പറയാൻ കാരണം. അച്ഛൻ്റെ നനച്ചിരിക്കാതെയുള്ള മരണം, ജ്യേഷ്ഠന്മാരും ചേച്ചിയും വിവാഹിതരായി. അപ്പോ ആ വീട്ടിലെ കഥ ബഹുവിന് ആലോചിക്കാവുന്നേ ഉള്ളൂ. കഷ്ടിച്ചുള്ള ജീവിതമാണ്. തനിക്ക് താഴെയുള്ള 5 പേരുടെയും പിന്നെ അമ്മയും ജീവിക്കണ്ടേ. വീടുകളിൽ പോയി നൃത്തം പഠിപ്പിക്കാൻ സരസ്വതി ആലോചിച്ചു. ഒരു വരുമാന മാർഗമായി ആ ടീച്ചിങ് കണ്ടെത്തി. 1972 നൃത്യാലയ എന്ന നൃത്ത വിദ്യാലയം ആരംഭിച്ചു. കലാമണ്ഡലത്തിൽ വേറെയും സരസ്വതിമാർ ഉണ്ടായിരുന്നതിനാൽ കോഴിക്കോട് സരസ്വതി എന്നാണ് കലാമണ്ഡലം സരസ്വതി ടീച്ചറെ വിളിച്ചിരുന്നത്. കലാമണ്ഡലം സരസ്വതി എന്ന് അറിയപ്പെട്ട കാലത്താണ് നൃത്യാലയയുടെ തുടക്കം. അപ്പൊ ആരാ നൃത്യാലയയുടെ പ്രിൻസിപ്പൾ എന്ന് ചോദിച്ചാൽ കലാമണ്ഡലം സരസ്വതി. അതൊരു ബ്രാൻഡ് മാർക്കാണല്ലോ. 1971 ഏപ്രിൽ 25 ഇറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നൃത്ത വേഷത്തിലുള്ള കലാമണ്ഡലം സരസ്വതിയുടെ ചിത്രം കവർ ചിത്രമായി അടിച്ചു വന്നു. പദാഭിനയം എന്ന തലക്കെട്ടിൽ സരസ്വതിയുടെ വിവിധ ഭാവ പ്രകടനങ്ങളിലുള്ള ഫോട്ടോകൾ അകത്തും അടിച്ചു വന്നു. നർത്തകി കുമാരി സരസ്വതി എന്നായിരുന്നു ടൈറ്റിൽ. നൃത്ത സംവിധാനം ARR ഭാസ്കർ, ഫോട്ടോ VP ശ്രീധരൻ. ഇതായിരുന്നു ആ ഫോട്ടോകളിലുണ്ടായിരുന്ന ക്യാപ്ഷൻ. പഴയ മാതൃഭൂമികൾ നോക്കിയാൽ അറിയാം, അതിലൊരു ഫോട്ടോ സെക്ഷൻ തന്നെ 2 പേജ് മുഴുവൻ ഫോട്ടോകളായിരിക്കും. മാതൃഭൂമി വാരികയുടെ നടുവിലെ പേജിൽ വന്ന ഈ നർത്തക്കാരിയുടെ ഫോട്ടോകൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപർ വിളിപ്പിച്ചതനുസരിച്ച് ശ്രീധരൻ മാസ്റ്ററും കലാമണ്ഡലം സരസ്വതിയും മാതൃഭൂമിയിലെത്തി. ആദ്യമായിട്ട് MGയെ കാണുകയാണ്. നൃത്തം ജീവശ്വാസമാക്കിയ കലാമണ്ഡലം സരസ്വതിക്ക് മാതൃഭൂമി പത്രാധിപരെ ഒട്ടും തന്നെ അറിയില്ല. കാരണം വായനാശീലമൊന്നും ഇല്ല അവർക്ക്, അറിയേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ അവരറിഞ്ഞില്ല. ചെന്നു പത്രാധിപരെ കണ്ടു. സാക്ഷാൽ MT വാസുദേവൻ നായർ. MT ആരാണെന്നും സരസ്വതിക്ക് അറിയില്ല. അറിയണമെങ്കിൽ വായനാശീലം വേണ്ടേ. സർവ്വതും 24 മണിക്കൂറും അവരുടെ ചിന്ത എന്ന് പറയുന്നത് നൃത്തം മാത്രമായിരുന്നു. അളന്നു മുറിച്ചുള്ള സംസാരം, അതും ശ്രീധരൻ മാസ്റ്ററോട്. ആ ശ്രീധരനോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. തൊട്ടടുത്തിരിക്കുന്ന നർത്തകിയോട് ഒട്ടും പുള്ളി സംസാരിക്കുന്നില്ല. 10 മിനിറ്റോളം സംസാരിച്ചിട്ട് അവർ രണ്ടുപേരും, ശ്രീധരൻ മാസ്റ്ററും കലാമണ്ഡലം സരസ്വതിയും മാതൃഭൂമിയിൽ നിന്ന് തിരിച്ചു പോന്നു. നടക്കാവിലും കനകാലയ ബസ് സ്റ്റോപ്പിനടുത്തും കൊട്ടാരം റോഡിലും എല്ലാം പ്രൈവറ്റ് ക്ലാസ് എടുക്കുകയാണ് അക്കാലത്ത് കലാമണ്ഡലം സരസ്വതി. സെന്റ് വിൻസെന്റ് കോളനിയിലെ ഒരു അധ്യാപിക സരസ്വതിയോട് ഒരു കാര്യം തിരക്കി. കൊട്ടാരം റോഡിൽ ഒരു കുട്ടിയെ കൂടി നൃത്തം പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. പിന്നെന്ത്, വരുമാനം കിട്ടുന്നതല്ലേ, അത്രയും ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് അവർ ഉടൻ സമ്മതിച്ചു. പിന്നെന്ത്, ഞാൻ പഠിപ്പിക്കാം. ഒരു കുട്ടിയെ കൂടി കിട്ടിയാൽ അത്രയും ആശ്വാസം. ടീച്ചർ പറഞ്ഞ പ്രകാരം കൊട്ടാരം റോഡിലെ ആ വീടന്വേഷിച്ചു പോയി. സ്വയം പരിചയപ്പെടുത്തി. ഞാൻ കലാമണ്ഡലം സരസ്വതി, ഇവിടെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഉണ്ട് എന്ന് ഇങ്ങനൊരു ടീച്ചർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി. 7 or 8 വയസ്സുള്ള ഒരു മെലിഞ്ഞ പെൺകുട്ടിയാണ് നൃത്തം പഠിപ്പിക്കേണ്ടത്. അധ്യാപികയായ അമ്മയോട് സംസാരിച്ചത്
ഡാൻസ് പഠിപ്പിച്ച് ഡാൻസ് പഠിപ്പിച്ച് തുടങ്ങിയതാണ് കുട്ടി. ഇടയ്ക്ക് നിർത്തി. വീണ്ടും തുടങ്ങണം. ഫോക്ക് ഡാൻസുകളാണ് തുടക്കത്തിൽ പഠിച്ചത്. വീണ്ടും തുടങ്ങണം എന്ന് ആ കുട്ടിയുടെ അമ്മയായ ടീച്ചർ പറഞ്ഞു. ആഴ്ചയിൽ 2 ക്ലാസ് വൈകുന്നേരങ്ങളിൽ. ഫീസും കാര്യങ്ങളും പറഞ്ഞ് ധാരണയായി. മടങ്ങാൻ നേരം കുട്ടിയോട് ടീച്ചർ പേര് ചോദിച്ചു. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, സിത്താര. കൊട്ടാരം റോഡിലെ സിത്താര എന്ന വീടാണ് അതെന്നും എം.ടി. വാസുദേവൻ നായരുടെ മകളാണ് സിത്താരയെന്നും പിന്നീടാണ് സരസ്വതി ടീച്ചർ അറിഞ്ഞത്. ആഴ്ചയിൽ 2 ദിവസം സിത്താരയിലെത്തി. ഭക്ഷണത്തോട് തീരെ താല്പര്യമില്ലാത്ത കുട്ടിയാണ് സിത്താരയെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടറിയാം. ഇപ്പൊ മെലിഞ്ഞ കുട്ടിയാണല്ലോ. എന്നാൽ ഇപ്പോ അവര് പ്രായമായപ്പോൾ നല്ല തടിച്ച് ചീർത്ത സ്ത്രീയാണ്. വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ട് കുറച്ചു സമയം സിത്താര നൃത്തം ചവിട്ടും. ചിലപ്പോൾ ചോദിക്കും, ടീച്ചറെ ഇന്ന് ഇത്ര പോരെ എന്ന് കേൾക്കും. കാരണം അവൾക്ക് ആരോഗ്യമില്ല, അതാണ് പ്രധാന പ്രശ്നം. നിർബന്ധിച്ചുകൊണ്ട് നൃത്തം പഠിപ്പിക്കുക പ്രയാസമാണ് ആ മോളെ. ഇടയ്ക്ക് കുറച്ച് വിശ്രമം കൊടുക്കും. സ്നേഹമുള്ള ഒരു ചിരി എപ്പോഴും ആ മുഖത്തുണ്ടാവും. എപ്പോഴും സ്നേഹമുള്ള ഒരു ചിരി സിത്താരയുടെ മുഖത്തുണ്ടാവും എന്നാണ് പറയുന്നത്. വളരെ ദുർലഭമായ ഫോട്ടോകളെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിൽ കണ്ടാലും സിത്താര ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു നാൾ ഭാസ്കര റാവു മാഷ് ഒരു അന്വേഷണവുമായി വന്നു. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട് എടപ്പാളിൽ. അതിലെ ഒരു പാട്ടിന് നൃത്തം അവതരിപ്പിക്കാം. വെറുതെ ഒരു നൃത്തമല്ല, മോഹിനിയാട്ടമാണ് വേണ്ടത്. സരസ്വതിയും ലീലാമ്മയുമാണ് എൻ്റെ മനസ്സിലുള്ളത്, ചെയ്യാമോ എന്ന് ഈ ഭാസ്കർ റാവു ചോദിച്ചു. ക്യാമറയ്ക്ക് മുന്നിലെ പ്രകടനമൊന്നും അപ്പോൾ ടീച്ചർക്ക് അറിയില്ല. ഭാസ്കർ റാവു മാഷ് ഇങ്ങനെ ഒരു ആവശ്യമായി വരണമെങ്കിൽ ആ സിനിമയ്ക്ക് ഈ മോഹിനിയാട്ടം അനിവാര്യമാകാം, വരാമെന്ന് സമ്മതിച്ചു. സ്വാതി തിരുനാളിൻ്റെ പനിമതി മുഖി ബാലെ എന്ന കീർത്തനത്തിന് കെ രാഘവൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ സംഗീതത്തിലുള്ള പാട്ടിനാണ് ചുവട് വയ്ക്കേണ്ടത്. എം.ടി. വാസുദേവൻ നായരുടെ ആദ്യ സംവിധാന ചിത്രത്തിലേക്കാണ് ഈ നൃത്തം ആവശ്യമായി വന്നിരിക്കുന്നത് എന്നുകൂടി അറിഞ്ഞപ്പോൾ പോകാമെന്ന് ഉറപ്പിച്ചു. ചിത്രം ഞാൻ പറയണ്ടല്ലോ, നിർമാല്യം. ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള കലാകാരികളെ അന്വേഷിക്കുകയാണെന്നും അതിലേക്കാണ് ആഴ്ചപ്പതിപ്പിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചതെന്നും ഇപ്പോഴാണ് കലാമണ്ഡലം സരസ്വതി മനസ്സിലാക്കിയത്. നിർമാല്യത്തില് മോഹിനിയാട്ടം ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പ്രതിഫലം വേണ്ട എന്ന് ഇരുവരും തീരുമാനിച്ചിരുന്നു. പിന്നീട് പല സിനിമകളിലേക്കും ഓഫർ വന്നു. ഒന്നും സ്വീകരിച്ചില്ല. കാരണം സിനിമ എൻ്റെ വഴിയല്ല എന്നാണ് സരസ്വതി ടീച്ചർ പറയുന്നത്. 3 പെൺമക്കളിൽ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. സീനിയോറിറ്റിയിൽ അടുത്തത് സരസ്വതി ടീച്ചറാണ്. കുടുംബം പോറ്റാൻ പാടുപെടുന്ന തൻ്റെ വിവാഹം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുടുംബം കുഴയും. അനിയത്തി രാജേശ്വരിയെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ബന്ധത്തിലുള്ള ഒരു പയ്യൻ ആലോചനയുമായി വന്നു. ചേച്ചി ഇരിക്കുമ്പോൾ അനുജത്തി അയക്കണോ എന്ന ചിന്തയൊന്നും ആരും ഉയർത്തിയില്ല. രാജേശ്വരിയുടെ വിവാഹം 1977 ആഗസ്റ്റ് 24-ാം തീയതി നടത്തി. ഒരു നാൾ അത്താഴം കഴിഞ്ഞ് അമ്മയുടെ മുറിയിലേക്ക് സരസ്വതി ചെന്നപ്പോൾ അമ്മ അമുലു എന്ന് അല്പം ഉറക്കെ തന്നെ വിളിച്ചു. അമുലു എന്നത് മൂത്ത മകന്റെ, അതായത് സരസ്വതി ടീച്ചറുടെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്. ഏട്ടത്തി എത്തി. അമ്മ അവരോട് സംസാരിക്കാൻ തുടങ്ങി. സരസ്വതിക്കൊരു വിവാഹാലോചന. അതേക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് രാവിലെ രുക്മിണി വിജയരാഘവനും കാമിനി സുകുമാരനും വന്നത്. അവരോട് ഈ വിവാഹകാര്യം പറഞ്ഞതും ഇവിടെ വന്ന് പറയാനുമായി അയച്ചത് നേരത്തെ മാതൃഭൂമിയിൽ കൊണ്ടുചെന്ന ശ്രീധരൻ മാസ്റ്ററാണ്. ആരാണ്, എവിടുന്നാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏട്ടത്തമ്മ അമ്മയോട് തിരക്കി. അനുജത്തി രാജേശ്വരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 മാസമായിട്ടില്ല. എടുക്കപ്പേറെ ബാധ്യതകൾ അതിലുണ്ട്. അതൊന്നും മുഴുമിപ്പിക്കാതെ തൻ്റെ വിവാഹം കൂടി നടത്താൻ ഒരുമ്പെട്ടാലുള്ള സ്ഥിതിയാണ് സരസ്വതി ആലോചിച്ചത്. വിവാഹം അവരെല്ലാം ചേർന്ന് ഉറപ്പിച്ചാലും ചെലവ് ഞാൻ തന്നെ വഹിക്കണമല്ലോ എന്നതായിരുന്നു ടീച്ചറുടെ ചിന്ത. കോഴിക്കോട്ട് നിന്നാണ് ആലോചന വന്നിരിക്കുന്നത്. പയ്യന്റെ പേര് എം.ടി. വാസുദേവൻ നായർ. അമ്മ സരസ്വതിയുടെ മുഖത്തേക്കല്ല നോക്കി പറഞ്ഞത്, ഏട്ടത്തിയുടെ അമലുവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് ഇത് പറഞ്ഞത്. കോഴിക്കോട്ട് നിന്നാണ് ആലോചന വന്നത്. പയ്യന്റെ പേര് എം.ടി. വാസുദേവൻ നായർ. നിൽക്കുന്ന സ്ഥലം തികയാതെ വരുന്നത് പോലെ തോന്നി സരസ്വതിക്ക്. സരസ്വതി അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അമ്മയുടെ മുഖത്ത്
നല്ല വിഷമമുള്ളതുപോലെ തോന്നി. സമുദായ സ്നേഹം നല്ലതുപോലെയുള്ള ആളാണ് അമ്മ. ഇതുവരെ ആരും ജാതി മാറിയൊന്നും വിവാഹം ചെയ്തിട്ടില്ല. എംജിയുടെ രണ്ടാം വിവാഹവുമാണ്. കല്യാണം ആലോചിക്കാൻ എത്തിയവർ പറഞ്ഞാണ് അമ്മയത് മനസ്സിലാക്കിയത്. ആലോചിച്ചു പറയാം, തിരക്ക് കൂട്ടണ്ട, ഏട്ടത്തിയമ്മ പറഞ്ഞു. പല പല അന്വേഷണത്തിലൂടെ, ചർച്ചകളിലൂടെ എംജിയുമായുള്ള വിവാഹം നിശ്ചയിക്കാൻ ഉറപ്പിച്ചു. അവിടെ സരസ്വതി ടീച്ചർ ചില ഉപാധികൾ വെച്ചു. ഇങ്ങനെ ഒരു വിവാഹം നടക്കുന്നെങ്കിൽ അത് എംജിയുടെ കുടുംബക്ഷേത്രത്തിൽ വച്ചാകണം. എംജിയുടെ തറവാട്ടിൽ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് കയറണം. പറ്റുമെങ്കിൽ അന്നത്തെ ഒരു ഊണ് അവിടെ നിന്നും തരണം. എൻ്റെ ഈ ആവശ്യങ്ങൾ എംജിയെ അറിയിക്കേണ്ട ചുമതല ശ്രീധരൻ മാസ്റ്റർക്ക് നൽകി. എംജിയുടെ മറുപടി വൈകാതെ വന്നു. അങ്ങനെ ആകുന്നതിൽ വിരോധമില്ല എന്നാണ് എംജി പറഞ്ഞത്. 1977 ഒക്ടോബർ 30 തുലാമാസം 14 ഞായറാഴ്ച എംജിയുടെ പ്രിയപ്പെട്ട ദേവി കൊടിക്കുന്നത്തമ്മയുടെ മുന്നിൽ വച്ച് എംജി സരസ്വതി ടീച്ചറുടെ കഴുത്തിൽ താലി കെട്ടി. തറവാട്ടിൽ തറവാട്ടിൽ തന്നെ സദ്യയും നൽകി ഉച്ച കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് ഇരുവരും യാത്രയായി. 1978 ജൂലൈ 26 കർക്കിടകത്തിലെ അശ്വതി നക്ഷത്രത്തിൽ എംജിയുടെ രണ്ടാമത്തെ മകൾ അശ്വതി ജനിച്ചു. അശ്വതി നക്ഷത്രമായതിനാൽ പേരും അശ്വതിയായി. ഇവിടെ വേണമെങ്കിൽ ടീച്ചർ പറഞ്ഞു വന്നതിൽ ഒരു പൊരുത്തക്കേട് നമുക്ക് ഫീൽ ചെയ്യാം. കാരണം 1970 ഒക്ടോബർ 30 എംജിയും സരസ്വതി ടീച്ചറും വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടത്. 1978 ജൂലൈ 26 പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞ് ജനിച്ചത് എങ്ങനെ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം തികച്ചും 8 മാസമല്ലേ ആയിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. പക്ഷെ അശ്വതി ജനിക്കുന്നത് ആ ഡേറ്റിലാണ്. ഇനിയൊരു നല്ല രസകരമായ ഒരു കഥ പറയാം. 80കളിലെ ഒരു പ്രഭാതം, മദ്രാസിൽ നിന്നൊരു ഫോണ്. തിരക്കഥ എഴുത്തും ചർച്ചകളുമായി എംജി അപ്പോൾ മദ്രാസിലാണുള്ളത്, അല്ലെങ്കിൽ മദ്രാശിയിലാണുള്ളത്. അവിടെ നിന്നാണ് കോഴിക്കോട്ട് കൊട്ടാരം റോഡിലെ സിത്താരയിലേക്ക് ഫോൺ വന്നത്. വീട്ടിൽ നിന്ന് പോയാൽ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന സ്വഭാവമൊന്നും എംജി സാറിനില്ല. എന്തിനാണോ പോയത് അതിന്റെ ഗൗരവം മാത്രമേ ചിന്തയിലുണ്ടാവൂ. ഫോൺ എടുത്ത സരസ്വതി ടീച്ചറോട് ഉടൻ മദ്രാസിലെത്താനായിരുന്നു ഫോൺ വിളിച്ച ആള് പറഞ്ഞത്. മദ്രാസിലെത്തിയാൽ നേരെ വിജയ ഹോസ്പിറ്റലിൽ ചെല്ലാനാണ് പറഞ്ഞത്. അസഹനീയമായ വയറുവേദന വന്ന എംജിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എംജി താമസിച്ചിരുന്ന ഹോട്ടലിൽ ശോഭന പരമേശ്വരൻ നായരും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് വിജയ ഹോസ്പിറ്റലിൽ എംജിയെ കൊണ്ടുപോയത്. പരിശോധിച്ച ഡോക്ടർ കുറിച്ചു കൊടുത്ത കുറച്ച് മരുന്ന് കഴിച്ചെങ്കിലും രാത്രിയായപ്പോൾ കലശലായ വേദനയായി. പിറ്റേ ദിവസം വിജയ ഹോസ്പിറ്റലിന്റെ എല്ലാമായ ഡോക്ടർ ചെറിയാനെ കാണിച്ചു. ഗാൾ ബ്ലോഡറിൽ കല്ലും നീർക്കെട്ടുമുണ്ട്. സർജറി ചെയ്യാതെ നിവർത്തിയില്ല. സർജറിക്ക് പറ്റുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്ന് പറഞ്ഞ് വേദന സംഹാരിയായ ഇഞ്ചക്ഷൻ ചെയ്ത് ഡോക്ടറുടെ മുറിയിൽ നിന്നും എംജി ഇറങ്ങി വരുമ്പോൾ മുന്നില് പ്രേം നസീർ. തിരക്കഥ എഴുതാൻ വന്നതല്ലേ, അതിനിടയ്ക്ക് ഞാൻ ഓപ്പറേഷനായിട്ട് കിടന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വേദന മാറാനുള്ള ഇഞ്ചക്ഷനും എടുത്ത് എംജി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കോറിഡോറിലൂടെ നടന്നു വരുമ്പോൾ സാക്ഷാൽ പ്രേം നസീർ മുന്നിലേക്ക് വന്നു. അദ്ദേഹം ഡോക്ടർ ചെറിയാനെ കാണാൻ വന്നതാണ്. ഇരുട്ടിന്റെ ആത്മാവും മുറപ്പെണ്ണും ഒക്കെ എഴുതിയ എംജിയെ പ്രേം നസീറിന് വലിയ സ്നേഹമാണ്. കാണുമ്പോഴൊക്കെ എംജിയുടെ എഴുത്തിനെ പറ്റിയും പുസ്തകങ്ങളെ പറ്റിയും ഒക്കെ നസീർ സാർ സംസാരിക്കും. വായനയുള്ള മനുഷ്യനെ കാണുമ്പോൾ എംജിക്ക് സന്തോഷം. വേദന കടിച്ചു പിടിച്ചിരിക്കുന്ന മുഖവും നടക്കുന്ന രീതിയും കണ്ടപ്പോൾ പ്രേം നസീർ കാര്യം തിരക്കി. സ്വന്തം കാര്യം മാറ്റിവെച്ച് എംജിയെയും കൂട്ടി പ്രേം നസീർ വീണ്ടും ഡോക്ടർ ചെറിയാനെ കണ്ടു. കാര്യങ്ങൾ തിരക്കി. സർജറി ചെയ്യേണ്ട ആവശ്യകത ഡോക്ടർ പ്രേം നസീറിനോടും പറഞ്ഞു. അപ്പോഴും എംജി ഇഞ്ചക്ഷൻ എടുക്കുന്നതിൽ ഉറച്ചു നിന്നു. എംജിയുടെ തീരുമാനമെന്നാൽ പിന്നൊന്നും പറയാനോ നിർബന്ധിക്കാനോ പറ്റില്ല. പക്ഷെ അന്ന് രാത്രി എംജിയെ വേദന കീഴടക്കി. വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റായി. ശോഭന പരമേശ്വരൻ നായർ വിവരം പ്രേം നസീറിനെ അറിയിച്ചു. അദ്ദേഹം അപ്പം തന്നെ ആശുപത്രിയിലെത്തി. അമിതമായ മദ്യപാനത്താൽ രക്തം ഛർദ്ദിച്ച് മരണക്കിടക്കിൽ കിടന്ന എംജിയുടെ ഒരു ഭൂതകാലമുണ്ട്. മരണത്തിന്റെയും ജീവിതത്തിന്റെയും നൂൽപാലത്തിലായ ഒരു കാലം. എംഡി അന്തരിച്ചു എന്ന് പത്രങ്ങൾ അച്ച് നിരത്തിവെച്ച കാലം. ജീവൻ വരെ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ നിന്നും സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും ചികിത്സ കൊണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആളാണ് എംജി. അതോടെ
ജീവിതത്തിൽ ചില ചിട്ടകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളായി മാറി എം ടി. വർഷങ്ങൾക്ക് ശേഷമുള്ള രണ്ടാം ആശുപത്രി വാസമാണിത്. സരസ്വതി ടീച്ചർ കുട്ടിയെ വീട്ടിലാക്കി വിജയ ഹോസ്പിറ്റലിലെത്തി. എം ടി അല്ലാതെ എനിക്കും മോൾക്കും ആരുമില്ലല്ലോ എന്ന അപേക്ഷാഭാവത്തിൽ ടീച്ചർ എം ടിയെ നോക്കി. ഡോക്ടർ ചെറിയാനാണ് ആ മുഖത്തിന്റെ തീവ്രത മനസ്സിലാക്കി. പേടിക്കാനൊന്നുമില്ല, കല്ലുകൾ നീക്കിയാൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ ചെറിയാൻ ആശ്വസിപ്പിച്ചു. എം ഡിയെ സർജറിക്ക് കയറ്റി. സ്ക്രീനിൽ കണ്ട പരിചയമേ ടീച്ചർക്ക് പ്രേം നസീറുമായിട്ടുള്ളൂ. പക്ഷേ എം ഡിയെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയ സമയം മുതൽ പ്രേം നസീർ നടത്തിയ ഇടപെടലുകൾ നസീർ എന്ന മനുഷ്യനെ ടീച്ചറുടെ മനസ്സിൽ ഏറ്റവും ഉയരത്തിൽ പ്രദർശിക്കുന്ന തലത്തിലെത്തിച്ചു. അതാണ് പ്രേം നസീർ. പ്രേം നസീറിനെ അല്ലെങ്കിൽ നസീർ സാറിനെ സ്ക്രീനിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ടീച്ചർക്കുള്ളൂ. പക്ഷെ ആ മനുഷ്യൻ എം ടി എന്ന സാഹിത്യകാരനെ, എം ടി എന്ന തിരക്കഥാകൃത്തിന്, എം ടി എന്ന കലാകാരന് നൽകുന്ന ഒരു മതിപ്പ് കണ്ടപ്പോൾ, ഈ 3 ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന കാലമല്ലേ അപ്പോൾ, എന്നിട്ട് പോലും അദ്ദേഹം എം ടിക്ക് വേണ്ടി വിജയ ഹോസ്പിറ്റലിൽ നടത്തുന്ന ശ്രമങ്ങൾ കണ്ടപ്പോഴാണ് പ്രേം നസീർ ആരെന്ന് ടീച്ചർക്ക് മനസ്സിലാവുന്നത്. സർജറി കഴിഞ്ഞ് മുറിയിലേക്ക് എം ടിയെ മാറ്റിയേക്കുമ്പോൾ അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് മോളെ കാണണമെന്നായിരുന്നു. ടീച്ചറുടെ സഹോദരൻ മോളെയും കൊണ്ട് മദ്രാശിയിലെത്തി. എം ടി മോളെ നോക്കിക്കിടന്നു. അവളും അച്ഛനെ നോക്കിയിരുന്നു. പിന്നെ നാട്ടിലേക്ക് മടങ്ങി. പ്രേം നസീർ എല്ലാ ദിവസവും ആശുപത്രിയിലെത്തി. കാര്യങ്ങൾ അന്വേഷിച്ചു. എം ടിയോട് ഒരുപാട് സംസാരിച്ചു. സിനിമയെ പറ്റിയും സാഹിത്യത്തെ പറ്റിയും അദ്ദേഹം സംസാരിക്കാൻ കാണിക്കുന്ന ഉത്സാഹം എം ടിക്ക് ആ കിടപ്പിൽ വലിയ ആശ്വാസം പകരുന്നതായിരുന്നു. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തപ്പോൾ കോഴിക്കോട്ടേക്ക് ഉടൻ യാത്ര വേണ്ട എന്ന് തീരുമാനിച്ചതും പ്രേം നസീറായിരുന്നു. എം ടി അത് അനുസരിച്ചു. എം ടി എതിർപ്പില്ലാതെ ഒരാളെ അനുസരിച്ചിട്ടുള്ളത് പ്രേം നസീറിനോടാകണം എന്നാണ് ടീച്ചർ പറയുന്നത്. ആശുപത്രി ബില്ലുകളോ യാത്രാ സൗകര്യങ്ങളോ ഒന്നിനും ഇടപെടാൻ മാത്രം പ്രേം നസീർ എം ടിയെ സമ്മതിച്ചില്ല. ആശുപത്രി ബില്ലും ട്രാവലിങ്ങിനുള്ള പൈസയും എല്ലാം നസീർ സാറിന് കൊടുത്തു. മദിരാശിയിലെ ഹോട്ടൽ സവേരയിൽ ഒരു വിശ്രമ മുറി ഒരുക്കിയതും പ്രേം നസീർ തന്നെ. തിരക്കുകൾക്കിടയിലും എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും പ്രേം നസീർ ഹോട്ടൽ സവേരയിൽ എത്തുമായിരുന്നു. അതുവരെ ആലോചനയിൽ ആണ്ടുകിടക്കുന്ന എം ടി പ്രേം നസീറിനെ കാണുമ്പോൾ ഉത്സാഹവാനായി അദ്ദേഹത്തെ സ്വീകരിക്കും. ശബ്ദം താഴ്ത്തി വളരെ സൗമ്യതയോടെ സംസാരിക്കുന്ന പ്രേം നസീർ ഇത്ര തിരക്കിനിടയിലും വായനയെ കൈവിടാത്ത മനുഷ്യൻ എന്ന് പറയുമ്പോൾ സരസ്വതി ടീച്ചർക്ക് കൗതുകമായിരുന്നു കേട്ടിരിക്കുക. വായന എന്ന വലിയ ഗുണം പ്രേം നസീറിന് ഉണ്ടായിരുന്നത് കൊണ്ട് എം ടിക്കും സംസാരിക്കാൻ വിഷയങ്ങൾ ഏറെയായിരുന്നു. നാട്ടിലേക്ക് പോകാൻ തിരക്ക് കൂട്ടിയ എം ടിയെ നോക്കി പ്രേം നസീർ ടീച്ചറോട് പറഞ്ഞത്, അവിടെ എത്തിയാൽ എം ടി സർജറി നടന്നു എന്ന് പോലും മറന്ന് തിരക്കുകളിലേക്ക് തിരിയും. പരമാവധി ഇവിടെ റെസ്റ്റ് എടുത്ത് ഡോക്ടറെ കണ്ട് എല്ലാം ക്ലിയർ ആണ് എന്ന് ബോധ്യമായ ശേഷം പോയാൽ മതിയെന്ന് നസീർ സാറ് സരസ്വതി ടീച്ചറോട് പറഞ്ഞു. എം ടിക്ക് അതനുസരിക്കാൻ ബാധ്യതയായി. കൊണ്ടുപിടിച്ച തിരക്കുകളുമായി നേരം തികയാതെ ഓടിയ എം ജിയും ടീച്ചറും പരസ്പരം നോക്കിയിരുന്നു. വലിയ തിരക്കുള്ളയാൾ എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്നു. അയാളെ പരിചരിച്ചുകൊണ്ട് രണ്ടാമത്തെ തിരക്കുകാരി കൂടെയിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടി, ഈ വിഷയവുമായി ബന്ധമില്ലെങ്കിലും ഒരു കാര്യം കൂടി പറയാതെ പോകുന്നത് ശരിയല്ല. എം ഡിയുടെ ആദ്യ തിരക്കഥയിലെ നായകൻ പ്രേം നസീർ ആയിരുന്നല്ലോ. മുറപ്പെണ്ണ് മനോഹരമായ സിനിമയാണല്ലോ. പിന്നെ ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധൻ. എം ഡിയുമായി നല്ല ഹൃദയബന്ധമായിരുന്നു പ്രേം നസീർ. വടക്കംപാട്ടിലെ സ്ഥിരം നായകൻ നസീർ സാറായിരുന്നു എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. മലയാളികൾ കണ്ട വടക്കംപാട്ടിലെ എല്ലാ നായക വേഷവും, പ്രധാനപ്പെട്ട എല്ലാ നായക വേഷവും ചെയ്തത് നസീർ സാറായിരുന്നു. പടയോട്ടത്തിലെ തമ്പാൻ അഭിനയ മികവ് കൊണ്ടും ശബ്ദം കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ച നടനുമായിരുന്നു പ്രേം നസീർ. ഒരു വടക്കൻ വീരഗാഥ എഴുതാൻ എം ജിയെ പ്രേരിപ്പിച്ചത് പ്രേം നസീർ ആയിരുന്നു. കെ ടി സിയുടെ പി വി ഗംഗാധരൻ, നമ്മളെ മാതൃഭൂമിയിലെ പി വി ഗംഗാധരൻ, അല്ലെങ്കിൽ ഗൃഹലക്ഷ്മി പിക്ചേഴ്സിന്റെ പി വി ഗംഗാധരൻ ആദ്യമായി ഒരു സിനിമ നിർമ്മിച്ചപ്പോൾ സുജാത എന്ന് പറഞ്ഞ ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമ നിർമ്മിച്ചപ്പോൾ അതിലെ നായകനും പ്രേം നസീർ ആയിരുന്നു. ഹരിഹരൻ തുടക്കം കുറിച്ച ചിത്രം എന്നല്ല, ഹരിഹരന്റെ ആദ്യകാലത്തെ ഏതാണ്ട് എല്ലാ സിനിമകളിലെയും നായകൻ. ഒരുപാട് സിനിമകൾ ചെയ്തല്ലോ, അതിലെല്ലാം നസീർ സാറായിരുന്നു നായകൻ. അത് ശരിക്കും പറഞ്ഞാൽ ഹരിഹരനെ വളർത്തിയെടുത്തതിൽ, എന്താ പറയുക, സംവിധായകൻ എന്നുള്ളതിൽ ശ്രദ്ധേയനാക്കിയതിലൊക്കെ പ്രേം നസീറിന് വലിയ പങ്കുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ അദ്ദേഹം ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച മുതൽ
ടിയുടെ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ വേറൊരു സ്റ്റൈലിലേക്ക് മാറിയതാണ്. പക്ഷേ കച്ചവട സിനിമയുടെ തലതൊട്ടപ്പനായി വളർന്നത് നസീർ സാറിന്റെ നിർലോഭമായ പിന്തുണ കൊണ്ട് തന്നെയായിരുന്നു. 1983, 84 കാലഘട്ടത്തിൽ എംജി വടക്കംപാട്ടിന്റെ ഒരു തിരക്കഥ എഴുതി. അത് പ്രേം നസീറിന്റെ നിർബന്ധം കൊണ്ടായിരുന്നു. വടക്കംപാട്ട് അദ്ദേഹം അഭിനയിച്ച സിനിമകൾ മുഴുവൻ എംടി സാറിന് കാണാൻ കൊണ്ട് കൊടുത്തു. കാരണം ഇതെല്ലാം കണ്ടിട്ട് വേണം ഒരു വ്യത്യസ്തമായ സിനിമ എഴുതാൻ എന്ന് പറഞ്ഞു. KTC നിർമ്മിക്കും, PV ഗംഗാധരൻ നിർമ്മിക്കും, ഹരിഹരൻ സംവിധാനം ചെയ്യും. ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും പാലാട്ട് കുഞ്ഞിക്കണ്ണനുമൊക്കെ പ്രേം നസീർ ചന്തുവാകും എന്നും തീരുമാനിച്ചു. ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ 1985 പ്രേം നസീർ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന മണ്ടത്തരത്തിലേക്ക് എടുത്തു ചാടി. നസീർ സാറിന്റെ ജീവിതത്തിൽ ഒരൊറ്റ അബദ്ധേ പറ്റുള്ളൂ, അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് മാത്രമാണ് എന്ന് പറയാം. ചിത്രീകരണം അതുകൊണ്ട് തന്നെ നീട്ടിവെക്കേണ്ടി വന്നു. 1988 പ്രേം നസീർ ചന്തുവാകാൻ റെഡിയാകുന്നു. അപ്പോഴേക്കും കഥ മാറി. എംജിയും ഹരിഹരനും മമ്മൂട്ടിയിലേക്ക് ചിന്ത മാറ്റി. PV ഗംഗാധരൻ മാത്രം മാറാൻ തയ്യാറാവാതെ നിലകൊണ്ടു. ഒടുവിൽ ഹരിഹരന്റെയും എംജിയുടെയും നിർബന്ധം കൊണ്ട് PV ഗംഗാധരനും മനസ്സു മാറ്റി. 1 വർഷം കൂടിയേ പ്രേം നസീർ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം തന്റെ വേദനയോ സുഹൃത്തുക്കളെന്ന് കരുതിയവർ പറ്റിച്ചതിൻ്റെയോ കഥകൾ ആരോടും പറയാതെയാണ് യാത്രയായത്. 1989 ജനുവരി 16 നസീർ സാർ ഈ ലോകം വിട്ടുപോയി. 1989 ഏപ്രിൽ 14 വിഷു ചിത്രമായി ഒരു വടക്കൻ വീരഗാഥ തിയേറ്ററിലെത്തുകയും വമ്പൻ വിജയമാവുകയും ചെയ്തു. തീർച്ചയായിട്ടും MT സാറായാലും ശരി, ഹരിഹരനായാലും ശരി, KTC ആയാലും ശരി, നസീർ സാറിനെ അങ്ങനെ നോവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറയും. ഒരു കാര്യവും വളച്ചൊടിച്ച് പറയുന്നത് MTക്ക് ശീലമല്ല. ദ്വയാർത്ഥ ധ്വനിയിലുള്ള ഒരു വാക്കും ഒരു പ്രവൃത്തിയും MTയിൽ നിന്ന് വരില്ല. ഒരു ദിവസം MT അശ്വതിയെ കാത്തിരുന്നു, മകളെ കാത്തിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അന്ന് അശ്വതി. പഠനമോ വായനയോ നൃത്തമോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് തിരക്കിലാണോ എന്ന് MT ആദ്യം മോളോട് അന്വേഷിച്ചു. നമ്മളാണെങ്കിൽ അങ്ങനെ അന്വേഷിക്കുമോ? ഏയ് വാ നമുക്കൊരു സ്ഥലം വരെ പോവാം എന്നല്ലേ പറയും. പക്ഷെ MT അങ്ങനെയല്ല. എല്ലാ മനുഷ്യർക്കും അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആളായിരുന്നു. ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്വാതന്ത്ര്യം, അതിൽ അദ്ദേഹം കൈകടത്തില്ല. മകൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും മകളുടെ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം കൈകടത്തില്ല. അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഇല്ല. എന്തെങ്കിലും വായിക്കാനുണ്ടോ? ഇല്ല. നൃത്തം അഭ്യസിക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ അതെല്ലാം മകളോട് അദ്ദേഹം ആദ്യം ചോദിച്ചു. തിരക്കൊന്നുമില്ല എന്ന് അശ്വതി മറുപടി പറഞ്ഞപ്പോൾ അശ്വതിയോട് ഇരിക്കൂ എന്ന് പറഞ്ഞു. മകളെ അടുത്ത് പിടിച്ചിരുത്തി. വളച്ചുകെട്ടില്ലാതെ തന്നെ MT പറഞ്ഞു തുടങ്ങി. നിനക്ക് സിത്താര എന്ന് പേരുള്ള ഒരു ചേച്ചിയുണ്ട്. നിന്നെ വാവ എന്ന് ഞാൻ വിളിക്കുന്നത് പോലെ അവളെ ഞാൻ പാപ്പ എന്നാണ് വിളിക്കാറ്. ഈ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആദ്യമായിട്ടൊരു കഥ കേൾക്കുകയാണ്. അതുവരെ അവൾ അറിഞ്ഞിട്ടില്ല അച്ഛന് ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നെന്നോ അതിലൊരു മകളുണ്ടെന്നോ ആ ചേച്ചിക്ക് പാപ്പ എന്നാണ് പേരെന്നോ ഒന്നും അവൾക്കറിയില്ല. അദ്ദേഹം വളരെ കൂളായിട്ട് പറഞ്ഞു, നിന്നെ വാവ എന്ന് വിളിക്കുന്നത് പോലെ പാപ്പ എന്നാണ് ഞാൻ അവളെ വിളിച്ചിരുന്നത്. പാപ്പ ഉപരിപഠനം നടത്തിയത് അമേരിക്കയിലാണ്. അവിടെ തന്നെ ജോലിയുമായി. സഹപ്രവർത്തകനായ ഒരു പൂനെ സ്വദേശിയെ, സഞ്ജയ് എന്നാണ് അയാളുടെ പേര്, ആ ചെറുപ്പക്കാരനെ അമേരിക്കയിൽ വെച്ച് അവൾ വിവാഹം കഴിച്ചു. അവർക്ക് വേണ്ടി കോഴിക്കോട്ട് വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഇന്ന് വൈകുന്നേരം ഒരു സത്കാരം നടക്കുന്നു. നിനക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ല എങ്കിൽ, വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. 7ാം ക്ലാസ്സുകാരിയായ കുട്ടിയോട് പറയുകയാണ്, നിന്റെ ചേച്ചിയുടെ റിസപ്ഷനാണ്, വിവാഹ റിസപ്ഷനാണ്, വേറെ തിരക്കൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഞാൻ പോകുന്നുണ്ട്, എൻ്റെ കൂടെ വരാം എന്നാണ് പറഞ്ഞത്. 12 വയസ്സുകാരിയായ അശ്വതിക്ക് അച്ഛൻ പറഞ്ഞതിൽ നിന്നാണ് അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചതാണെന്നും ഞാൻ അതിൽ രണ്ടാമതുണ്ടായ കുട്ടിയാണെന്നും ഒക്കെ അപ്പോഴാണ് അശ്വതി മനസ്സിലാക്കുന്നത്. ഇവർ തമ്മിൽ നടന്ന വർത്തമാനം ടീച്ചർ അറിഞ്ഞിരുന്നില്ല. അശ്വതി അമ്മയുടെ അടുത്തെത്തി. ഇന്ന് പാപ്പയുടെ വിവാഹ സത്കാരമാണ്, അച്ഛനോടൊപ്പം വൈകുന്നേരം വരുന്നോ എന്ന് തിരക്കി. എത്രയോ കാലമായി തനിക്കറിയാവുന്ന ആളാണ് പാപ്പ എന്ന രീതിയിലാണ് അശ്വതി വർത്തമാനം പറഞ്ഞത്. മോൾ എന്തു പറഞ്ഞു അച്ഛനോട്? വരുന്നുണ്ടെന്ന് പറഞ്ഞു. പാപ്പയുടെ വിവാഹം ഉറപ്പിച്ചതോ വിവാഹം കഴിഞ്ഞതോ കോഴിക്കോട്ട് സത്കാരം നടത്തുന്നതോ ഒന്നും അറിയാത്ത ടീച്ചർ മോൾ അച്ഛനോടൊപ്പം പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചു. MT പോലും ടീച്ചറോട് പറഞ്ഞില്ല. വിവാഹകാര്യം
അശ്വതിയോടാണ് പറയേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കാം. അയ്യോ, നിങ്ങളെന്താ എന്നോട് പറയാത്തതെന്നൊന്നും ടീച്ചർ ചോദിച്ചില്ല. എല്ലാം അവരവർക്ക് അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ആ വീട്ടിലെ പ്രത്യേകത. അതുകൊണ്ട് അവർ പറയുന്നത്, എം ടി പോലും അവരോട് ഇന്ന് എൻ്റെ സിതാരയുടെ വിവാഹ റിസപ്ഷനാണ് കോഴിക്കോട്ടെന്ന് പറഞ്ഞില്ല. വിവാഹ കാര്യം അശ്വതിയോടാണ് പറയേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിച്ചു. എം ടി ആഗ്രഹിക്കുന്നത് പാപ്പയുടെ വിവാഹ സൽക്കാരത്തിൽ അശ്വതി പങ്കെടുക്കണം എന്നായിരിക്കാം. മോള് പോകുന്നുണ്ടോ? ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ടീച്ചർ ചോദിച്ചു. എനിക്ക് പാപ്പയെ കാണണം. ഈ കൂടെ പഠിച്ച പിള്ളേരെ പോലെയാണ് പറയുന്നത്. കൊച്ചല്ലേ, എനിക്ക് പാപ്പയെ കാണണം. എനിക്ക് അച്ഛൻ്റെ ചോരയിലുള്ള ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയെ കാണണം എന്ന് 12 വയസ്സുള്ള മോൾ പറയുമ്പോൾ അശ്വതി പ്രായത്തെക്കാൾ പക്വതയുള്ളവളാണെന്ന് ടീച്ചർക്ക് തോന്നി. സ്വന്തമായി നന്നായി അണിഞ്ഞൊരുങ്ങി അച്ഛനോടൊപ്പം മകൾ ചേച്ചിയുടെ വിവാഹ സത്കാരത്തിന് പോകുന്നത് ടീച്ചർ നോക്കി നിന്നു, നിറഞ്ഞ മനസ്സോടെ. വൈകാതെ തന്നെ പോയതുപോലെ തന്നെ വൈകാതെ തന്നെ തിരിച്ചെത്തി. ചേച്ചിയെ കണ്ട കൗതുകം ആ കണ്ണുകളിൽ ടീച്ചർ വായിച്ചെടുത്തു. വളരെ ചുരുക്കം ആളുകളെ സ്വീകരണത്തിനുണ്ടായിരുന്നു. എം ടിയും ഏട്ടന്മാരും സുഹൃത്തുക്കളും എല്ലാവരും അശ്വതിക്ക് അറിയാവുന്ന ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. പാപ്പയുടെ അടുത്ത് പോയോ മോള് എന്ന് അമ്മ ചോദിച്ചു. അടുത്ത് പോയി പരിചയപ്പെട്ടു. സിത്താര, എം ടിയുടെ പാപ്പ. സിത്താര മോൾ എന്ന് ഞാൻ സിത്താര മോൾ എന്ന് മാത്രമേ ഞാൻ എം ടിയുടെ മോളെ വിളിച്ചിട്ടുള്ളൂ എന്നാണ് ടീച്ചർ പറയുന്നത്. അത് അവളെ നൃത്തം പഠിപ്പിക്കാൻ അവൾക്ക് 7 വയസ്സുള്ളപ്പോൾ പോയത് മുതൽ അച്ഛനും പാപ്പായും തമ്മിൽ അഗാധമായ സ്നേഹം കാത്തു സൂക്ഷിച്ചു എന്നാണ് ടീച്ചർ പറയുന്നത്. നൃത്തം പഠിപ്പിച്ച കാലത്ത് മാത്രമേ സിത്താരയെ ടീച്ചർ കണ്ടിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് സിത്താര വിളിക്കും. അപ്പോൾ ടീച്ചർ ഫോൺ എടുത്താൽ അച്ഛ എന്ന് ആദ്യം വിളിക്കും. അപ്പോൾ അച്ഛനല്ല എടുത്തെന്ന് കാണുമ്പോൾ അച്ഛൻ അച്ഛൻ എന്ന് മാത്രം പറയുമ്പോൾ അത് സിത്താരയാണെന്ന് ടീച്ചർക്കറിയാം. കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എം ടിക്ക് കൈമാറും. ചുരുക്കം വാക്കുകളിൽ ഫോണിൽ സംസാരം തീരും. ഉണ്ണാനിരിക്കുമ്പോൾ മോളാണോ വിളിച്ചതെന്ന് ടീച്ചർ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ മറുപടി. വിശേഷമൊന്നുമില്ലല്ലോ, സുഖമായിരിക്കുന്നോ എന്ന് വീണ്ടും ടീച്ചർ ചോദിക്കുമ്പോൾ വിശേഷിച്ചൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ഉത്തരം. നാട്ടിലെത്തിയാൽ അച്ഛനും മകളും കാണും. അവരുടേതായ സ്വകാര്യ വർത്തമാനങ്ങൾ, സ്നേഹം. അശ്വതിയും സിത്താരയും പരസ്പരം സംസാരിക്കും. അച്ഛൻ്റെ പാപ്പയും ബാവയും ആണവർ. രണ്ടുപേരും അച്ഛൻ എന്ന വ്യക്തിയെ അവരെക്കാൾ ബഹുമാനിക്കുന്നു. അച്ഛൻ്റെ മോളാണ്. ഞാൻ ആദ്യമായി നൃത്തം പഠിപ്പിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ്റെ മടിയിൽ സർവാധികാരത്തോടെ ഇരുന്ന് പുഞ്ചിരി തൂകിയ മോളാണ് ആര്, സിത്താര. അവൾ കുടുംബജീവിതത്തിലേക്ക് കാലുകുത്തുന്ന നിമിഷം അറിഞ്ഞപ്പോൾ ഞാൻ അതിന് നന്മകൾ നേർന്നു. ഇത്രയും കേട്ട ശേഷം എം ടി ഒരു ദുഷ്ടൻ തന്നെ, പ്രമീള നായരെ ദ്രോഹിച്ചവൻ തന്നെ, കലാമണ്ഡലം സരസ്വതി എം ടിയെ അടിച്ചോണ്ട് പോയ നൃത്തക്കാരി തന്നെ എന്നാണ് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവർ വിലയിരുത്തുന്നതെങ്കിൽ അവർക്കെന്തോ സാരമായ തകരാറുണ്ട് എന്ന് മാത്രം പറഞ്ഞു ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇന്നലെ നിങ്ങൾ എന്തായാലും പ്രമീള നായരുടെ കേട്ടു. ഇന്ന് സരസ്വതി ടീച്ചറുടെ വേർഷനും ഞാൻ പറഞ്ഞു. ഇത് രണ്ടും കേട്ട ശേഷം എൻ്റെ നല്ല പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നില്ല. ഇതിൽ കുറെ ഈ കുഴുത്തുരുമ്പുകൾ വന്ന് ഇതിൽ താഴെ കമന്റ് ഇടാൻ വരുന്ന കുറെ മോമാരുണ്ടല്ലോ. നേരം വെളുത്താൽ 6 മണിക്ക് പ്രോഗ്രാം 6:05 എന്നെ എന്തെങ്കിലും തെറി പറഞ്ഞുകൊണ്ട് 4 കമന്റ് ഇട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ഞരമ്പ് രോഗികൾ. അവർക്ക് ഇതെല്ലാം കേട്ട ശേഷവും എം ടി ഒരു ദ്രോഹിയാണെന്നോ, എന്താ പറയാ, എം ടിയെ നൃത്തം പഠിപ്പിക്കാൻ വന്ന ടീച്ചർ അടിച്ചോണ്ട് പോയെന്നോ എന്തുവാണോ നിങ്ങൾ തീരുമാനിച്ചോ. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ഇത് രണ്ടും വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് പ്രായമായി വരുന്നു എന്ന് കേട്ടപ്പോൾ സിത്താരയോടും അശ്വതിയോടും ഒന്നിച്ചിരുത്തി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഞാൻ വീതം വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു രൂപ പോലും വേണ്ട അച്ഛാ, ഞാൻ വലിയ ശമ്പളം വാങ്ങുന്ന ജോലിക്കാരിയല്ലേ, എൻ്റെ ഭർത്താവിനും നല്ല ശമ്പളമാണ്, ഞങ്ങൾ സേഫാണ്, അശ്വതിക്ക് കൊടുത്തേക്കൂ എല്ലാ റൈറ്റും എന്ന് പറഞ്ഞ സിത്താരയെ ഇവിടുത്തെ യൂട്യൂബർമാർക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അവർക്ക് എം ടി എപ്പോഴും ഒരു വില്ലൻ പക്ഷത്ത് നിർത്തുന്നതാണ്. ഈ ചിലർക്ക് അങ്ങനെയാണ്, അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂ, അതാണ് അങ്ങനെ ചിന്തിക്കാനേ കഴിയൂ. അങ്ങനെയുള്ളവർ അങ്ങനെ ചിന്തിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. സിത്താരയ്ക്കും എന്താ പറയുക, അശ്വതിക്കും എന്നും ജ്യേഷ്ഠത്തെയും അനുജത്തിയുമായുള്ള ആ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് എം ടി സാറിന്റെ ആത്മാവിന് അത് സന്തോഷം പകരും എന്ന് ആശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇത് കേട്ടവർക്ക് സരസ്വതി ടീച്ചർ ഒരു വില്ലത്തിയല്ല എന്ന് മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.